ജോലി സ്ഥിരത, എല്ലാ വർഷവും ഇൻക്രിമെൻ്റ്, സർവീസിലുടനീളം പ്രൊമോഷന് സാധ്യത, റിട്ടയർമെൻറ്റിന് ശേഷം പ്രത്യേക പെൻഷനുകൾ, ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള പ്രത്യേക സംവരണങ്ങൾ, കേന്ദ്ര സംസ്ഥാന സർവീസുകളിൽ ജോലി കിട്ടിയാലുള്ള ചില നേട്ടങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഈ ജോലിയെക്കുറിച്ച് പല ചെറുപ്പക്കാരും ബോധവാന്മാരല്ല എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, അതിനുവേണ്ടി അവർ ശ്രമിക്കുന്നുമില്ല. അവർ പറയുന്നു, ഇതെല്ലാം നന്നായിട്ട് പഠിക്കുന്നവർക്ക് മാത്രം സാധിക്കുന്നൊരു കാര്യമല്ലേ. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കില്ല. കാരണം 10ാം ക്ലാസ് പരാജയപ്പെട്ട് രണ്ടാമത് പരീക്ഷ എഴുതി ഓപ്പൺ സ്കൂളിലൂടെ +1 +2 പഠിച്ച് ഡിഗ്രി, PG, PhD, നെറ്റ് കരസ്ഥമാക്കി PSC ഫസ്റ്റ് റാങ്ക് വരെ കരസ്ഥമാക്കിയത് ഈ പരാജയത്തിന് ശേഷമാണ്. ഈ പരാജയമാണ് എൻ്റെ വിജയത്തിലേക്ക് നയിച്ച ഒരു പ്രധാനപ്പെട്ട കാരണം. അന്ന് ഞാൻ വിജയിച്ചിരുന്നെങ്കിൽ ഞാൻ മറ്റെന്തോ ആയി പോയേനെ, മറ്റേതെങ്കിലും ഫീൽഡിലേക്ക് പോയേനെ. അതുകൊണ്ട് എൻ്റെ വിജയത്തിന് കാരണം എൻ്റെ പരാജയമാണ്. നമ്മൾ ജീവിതത്തിലുടനീളം വിജയവും പരാജയവും അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. പരാജയം സംഭവിക്കുമ്പോൾ ജീവിതം തന്നെ അവസാനിച്ചു എന്നാണ് പലരും ചിന്തിക്കുന്നത്. അതിനു പകരം പരാജയത്തിൻ്റെ കാരണം കണ്ടെത്തി തെറ്റുതിരുത്തി മുന്നോട്ടു പോവുകയാണെങ്കിൽ ഒരു നാൾ നിങ്ങൾക്കും വിജയം കൈവരിക്കാവുന്നതാണ്. എൻ്റെ വിജയത്തിനായി ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾ ഇതായിരുന്നു. ലക്ഷ്യത്തിനു വേണ്ടിയുള്ള ഉറച്ച തീരുമാനം. നമ്മളൊരു തീരുമാനമെടുത്താൽ മനുഷ്യ മനസ്സ് അത്രത്തോളം പവർഫുള്ളാണ്. നമ്മളൊരു തീരുമാനമെടുത്ത് ആ തീരുമാനത്തിൽ നിന്ന് നമ്മളെ ആർക്കും തന്നെ പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല എന്നതാണ്. എത്ര വലിയ ശക്തിയായാലും നമ്മുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നമുക്ക് വിജയം കൈവരിക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഹാർഡ് സ്മാർട്ട് വർക്കും ചെയ്യുക. ഇന്ന് പല പല മാർഗങ്ങളുണ്ട് നമുക്ക് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട വർക്ക് ചെയ്യാനുള്ള രീതി നമുക്ക് തിരഞ്ഞെടുത്ത് ആ ലക്ഷ്യത്തിന് വേണ്ടി ഹാർഡ് സ്മാർട്ട് വർക്ക് ചെയ്യുക. ഒപ്പം ദൈവത്തിൻ്റെ സഹായം കൂടി ചേർന്നാൽ നിങ്ങളുടെ ലക്ഷ്യം ഒരു നാൾ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങും എന്നത് തീർച്ചയാണ്. ഒരു ജോലി കിട്ടിയാൽ മാത്രമേ ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ ജീവിത വിജയത്തിൻ്റെ ഒരു ഭാഗമാണ് സ്ഥിരമായിട്ടുള്ള ഒരു ജോലി, അതിനോടൊപ്പം തന്നെ സ്ഥിരമായിട്ടുള്ള ഒരു വരുമാന മാർഗം എന്നുള്ളത്. ഇവിടെ ഒരു ജോലി കിട്ടുന്നതിലൂടെ രക്ഷപ്പെടുന്നത് നിങ്ങളുടെ അച്ഛൻ, അമ്മ, കുടുംബം എല്ലാവരും സുരക്ഷിതമാകുന്നു എന്നതാണ് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ജോലി കിട്ടുന്നതിലൂടെ നിങ്ങൾ കൈവരിക്കുന്നത്. അതിനായി ലക്ഷ്യത്തിന് വേണ്ടി ഇന്ന് തന്നെ പ്രവർത്തനം ആരംഭിക്കും. ഏറ്റവും നല്ല ദിവസം ഇന്നാണ്. പലരും പറയും, ഞാൻ നാളെ മുതൽ തുടങ്ങാം, അടുത്ത ദിവസം തുടങ്ങാം എന്നതിന് പകരം ഏറ്റവും നല്ല സമയം, ഏറ്റവും നല്ല ദിവസം ഇന്ന്, ഈ നിമിഷമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രവർത്തനം ഇന്ന് തന്നെ ആരംഭിക്കുക. 1000 സ്റ്റെപ്പുകളുടെ തുടക്കം ആദ്യത്തെ ഒരു സ്റ്റെപ്പാണെന്നുള്ള കാര്യം മറക്കരുത്. APJ അബ്ദുൽ കലാം പറഞ്ഞു, നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം. സ്വപ്നത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, ജീവിത വിജയം കൈവരിക്കാം.